ഹേയ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അനീഷ്, ബിഗ് ബോസ് അനീഷ് മോൻ ഇപ്പോൾ മൈജിയുടെ ഷോറൂമിൽ പോയി. അതുപോലെ തന്നെ നല്ല ഫോൺ കിട്ടി, അതുപോലെ ഗൃഹോപകരണങ്ങൾ അതൊക്കെ വാഗ്ദാനം ചെയ്തതായിരുന്നല്ലോ, അതെല്ലാം വാങ്ങിച്ചു. അനിയനും കൂടെ ആണ് പോയത്. അങ്ങനെ അവിടെ എത്തി അവരെല്ലാവരും കൂടി ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ മീഡിയക്കാർ ചോദിക്കുന്നുണ്ട് അനുമോൾ വിളിച്ചിരുന്നോ എന്ന് വെച്ച്. അപ്പോൾ അനീഷ് ഒന്നും പ്രതികരിക്കുന്നില്ല. അതുപോലെ തന്നെ അനീഷേട്ടന് 10 ലക്ഷം രൂപ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അനുമോൾക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയുന്നുണ്ട്. അപ്പോഴും സന്തോഷം എന്ന് മാത്രം. ശരിക്കും മീഡിയക്കാരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി അനീഷ് കൊടുക്കുന്നില്ല. ശരിക്കും അങ്ങനെ പ്രതികരിക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം മറ്റുള്ള കഥകൾ വരില്ലല്ലോ. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതേക്കുറിച്ച് വീണ്ടും പരാമർശങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അനീഷിന് അങ്ങനത്തെ പരാമർശങ്ങൾ വരുന്നില്ല. കാരണം വെച്ചാൽ അനീഷ് ആവശ്യമില്ലാത്ത കാര്യത്തിന് ഒരിക്കലും അനീഷ് റിപ്ലൈ കൊടുക്കുന്നില്ല. അതാണ് അതുപോലെ അനീഷിന് ഇപ്പോൾ തിരക്കിട്ട യാത്രയിലാണ്. അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോരോ, കാരണം ഒരു കോമണറായിട്ട് പോയൊരു വ്യക്തിയാണ്. അനീഷിന് കപ്പ് കിട്ടാത്തതിൽ ഒരുപാട് പ്രതികരിക്കുക ഒക്കെ ഉണ്ടായി ഒരുപാട് ജനങ്ങൾ. കാരണം അനീഷിനെ സ്നേഹിക്കുന്ന വ്യക്തികൾ വിചാരിച്ച് അനീഷിന് കപ്പ് കിട്ടുമെന്നായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഒരു മൊമെൻറ്റിലാണ് ഇതൊക്കെ അട്ടിമറി നടന്നു പോയത്. അതുപോട്ടെ, ഇനി നമ്മളിപ്പോൾ ബിഗ് ബോസിൻ്റെ കഥയെക്കുറിച്ച് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ അനീഷ് സത്യത്തിൽ 4 ആൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറി. കോടന്നൂരുള്ള നമ്മുടെ അനീഷ് എല്ലാവരും അറിയപ്പെടുന്നൊരു വ്യക്തിയായി. അനീഷിനെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും ഒരുപാട് ആളുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ അനീഷ് ഭയങ്കര തിരക്കിലാണ്. തിരക്ക് പിടിച്ച യാത്രകളായിരുന്നു നമ്മുടെ അനീഷ്. ഇനിയും അനീഷ് ഒരുപാട് കാര്യങ്ങൾക്ക് മുൻപോട്ട് പോട്ടെ. സിനിമ കഥ എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കഥ എഴുതാനും അനീഷിന് സാധിക്കട്ടെ. അതുപോലെ തന്നെയാണ് എല്ലാ വേദികളിലും അനീഷിന് എത്തിപ്പെടാൻ കഴിയട്ടെ. അനീഷിൻ്റെ ആ ഒരു പുസ്തകം 10 മടങ്ങ് ശക്തിയോടുകൂടി എല്ലാവരുടെ കൈകളിലെത്തിട്ട് കഥ വായിക്കുക. എല്ലാവരും അതേക്കുറിച്ച് എല്ലാവരും അഭിപ്രായം പറയുക എന്ന് നമ്മുടെ സ്വന്തം അനീഷയുടെ